ഇപ്പോൾ ആദിവാസി മേഖലയാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഭൂദാനം, തരിപ്പ, പൊട്ടി മേഖല തുടങ്ങിയ വോട്ട്, ആ പ്രദേശങ്ങളിലെ വോട്ടാണ് ഇപ്പോൾ കണക്കുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏത് തരത്തിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും അതിപ്പോ വേറെ കാര്യമുണ്ട് മനു. അതിപ്പോ എന്ന് പറയുന്നത് ഇതാ ഈ പറഞ്ഞത് 9ാം റൗണ്ട് എണ്ണുന്നതിന്റെ ഭാഗമായ സ്ഥലങ്ങളാണ്. ഏതാണ് ഭൂദാനം. ഭൂദാനം എന്ന് പറയുന്നിടത്താണ് മറ്റേ കവളപ്പാറ ഇതിനെ തുടർന്നൊക്കെ ആളുകളെ താമസിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ്. തരിപ്പപ്പെട്ടി മേഖല, ആദിവാസി മേഖല, പൂളപ്പാടം, ഞെട്ടിക്കുളം, ഈ സ്ഥലങ്ങളൊക്കെ LDF മേഖലകൾ കൂടിയാണ്. LDF അതാണ് ഈ പ്രദേശത്തെ കുറിച്ച് ഞങ്ങൾ സൂചിപ്പിച്ച എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രദേശങ്ങൾ ശക്തമായ LDF സ്വാധീന മേഖലകളാണ്. ശ്രദ്ധിക്കുക, ഭൂദാനം, തരിപ്പാപ്പൊട്ടി മേഖല ഇത് ആദിവാസി മേഖലയാണ്. പൂളപ്പാടം വരുന്നുണ്ട്, ഞെട്ടിക്കുളം വരുന്നുണ്ട്. ഇതൊക്കെ LDF സ്വാധീന മേഖലകളാണ് ഈ 9ാം റൗണ്ടിൽ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലകളിൽ എത്രമാത്രം വോട്ട് സ്വരാജിന് വീഴുന്നു, ആ വോട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് വേണം ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡിനെ പിടിച്ചു നിർത്താൻ, അത് മെല്ലെ താഴ്ത്താൻ. അതിനെത്രമാത്രം ഈ മേഖലകൾ കൊണ്ട് കഴിയും. അതാണ് നമ്മൾ ആവർത്തിച്ച് ഇതേക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 5402 വോട്ടിന് മുന്നിൽ എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. അപ്പോഴും മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് ആ കുതിപ്പ് ഒന്ന് തണുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ തോതിലാണ്. പക്ഷെ അത് എങ്ങനെയാണ് എന്ന് ഇപ്പോൾ പ്രവചിക്കുക അല്ലെങ്കിൽ പറയുക എങ്ങനെയാണ് 8ാം റൗണ്ട് കടന്നു പോയത് എന്ന കണക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഏത് രീതിയിൽ അവിടെ LDF പെർഫോം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ആ കണക്ക് വിവരങ്ങൾ വന്നിട്ടില്ല എന്നതാണ്. ഈ 8ാം റൗണ്ട് വന്നപ്പോൾ മുതൽ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് എന്ന് പറയുന്നത് അതിന് ആ ഒരു സ്പീഡ് കിട്ടുന്നില്ല. അതാണ് ഒരു 6000, 6500 ഒക്കെ വന്ന രീതിക്ക് അനുസരിച്ചാണെങ്കിൽ വരേണ്ടതാണ്. ആ ഒരു പേസ് ഇല്ല. 6000ലേക്ക് ഇതുവരെ കടക്കാൻ കഴിയാത്ത വിധത്തിൽ നിൽക്കുന്നു. അത് സ്വാഭാവികമായും പോത്തുകല്ലിലെ LDFന്റെ പെർഫോമൻസ് കൊണ്ടുകൂടിയാകാം. അത് അതിന്റെ വിവരങ്ങളിലേക്കാണ് വരേണ്ടത്. അപ്പോ 8ഉം 9ഉമാണ് പോത്തുകല്ലായി വരുന്നത്, അല്ലേ? സംശയമില്ല. 8ാമത്തെ റൗണ്ടും 9ാമത്തെ റൗണ്ടിൽ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഈ ബൂത്തുകൾ എന്ന് പറയുന്നത് LDFന്റെ സ്വാധീന മേഖലകളാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുകൂടിയുണ്ട്. അതായത് 8ാം റൗണ്ട് പോത്തുകല്ലാണ്, 9ാം റൗണ്ടും പോത്തുകല്ലാണ്. അതിൽ ഇപ്പോൾ തന്നെ LDFന്റെ സ്വാധീന മേഖലകളിലാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മറുഭാഗത്ത് UDF പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനങ്ങളൊക്കെ തുടങ്ങി. മൂന്ന് പഞ്ചായത്തുകളിൽ അവർക്ക് കിട്ടിയ ഒരു ലീഡ് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. ആ കാൽക്കുലേഷനിൽ നിൽക്കുന്നു എന്നാണ് അവർ ധരിക്കുന്നത്. പോത്തുകല്ല് മുതൽ ഇങ്ങോട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് ഈ വോട്ടെണ്ണലിൽ ഏറ്റവും നിർണായകമാണ്. LDF പ്രതീക്ഷിക്കുന്നത് ഇതാണ് ജംഗ്ഷൻ. അതെ, നിശ്ചയമായി സംശയമൊന്നും വേണ്ട. ആ ജംഗ്ഷനിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അങ്ങനെ LDF വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു പഞ്ചായത്താണ് പോത്തുകല്ല്. അതുപോലെ തന്നെ കരുളായി, അതുപോലെ തന്നെ അവസാനം എണ്ണുന്ന അമരമ്പലം, അതുപോലെ നിലമ്പൂർ നഗരസഭ എന്നുള്ളത്. നിലമ്പൂർ നഗരസഭ ഈ പറഞ്ഞതുപോലെ എല്ലാവരും അവരുടേതായ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് പ്രവചനാതീതമാണ്. പല കാരണങ്ങളാൽ മുന്നണികൾക്ക് കണക്കൂട്ടലൊക്കെ ഉണ്ടാവും, പക്ഷേ പ്രവചനാതീതമാണ് നിലമ്പൂർ നഗരസഭ എന്ന് തന്നെ പറയാം. അതിന്റെ കണക്കുകൾ വരാനിരിക്കുന്നതുള്ളൂ. അവിടേക്ക് വോട്ടെണ്ണൽ എത്തിയിട്ടില്ല. അപ്പോൾ 8ാമത്തെ റൗണ്ട് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള 8ാം റൗണ്ടിന്റെ വിവരങ്ങൾ LDFനെ സംബന്ധിച്ച് പ്രധാനമാണ് എന്നത് പറയാം. 8ാം റൗണ്ടിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു നെക്ക് ടു നെക്ക് നടക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറിയേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. ഏതായാലും 5402 വോട്ടിന് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പുതിയ കണക്കെന്ന് പറയുന്നത്. നമ്മളും നിങ്ങളെപ്പോലെ തന്നെ 8ാം റൗണ്ടിൽ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഏറ്റവും ആകാംക്ഷയുടെ കാത്തു നിൽക്കുകയാണ്. അത് വന്നിട്ടില്ല. ആ സ്വാലിഹും അവിടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെന്നെങ്കിലും കിട്ടണ്ടേ? ഒന്നും വരുന്നില്ല. അതെ, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കാം നമുക്ക്. അപ്പൊ ഏതായാലും സ്വാലിഹും PB കുട്ടനും ഒക്കെ വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. 9ാം റൗണ്ടിനെ സംബന്ധിച്ച വിവരങ്ങളാണ് നേരത്തെ പങ്കുവച്ചത്. വോട്ടെണ്ണുന്നത് 9ാം റൗണ്ടാണ്. 8ാം റൗണ്ടിന്റെ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ വോട്ടെണ്ണൽ എന്ന് പറയുന്നത് 9ാം റൗണ്ടിൽ എത്തി നിൽക്കുന്നു. ആകെ 19 റൗണ്ടുകളാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പകുതിയിലേക്ക് വോട്ടെണ്ണൽ ഏതാണ്ട് ഒരു പകുതിയിലേക്ക് പകുതിയായി നിൽക്കുന്നു. 19 റൗണ്ടുകളാണ് ആകെ ഉള്ളത്. 9ാം റൗണ്ട് വോട്ടെണ്ണുന്നു എന്നുള്ളതാണ്. ഇനി അറിയേണ്ടത് 8ാം റൗണ്ടിന്റെ വിശദാംശങ്ങളാണ് എന്നുകൂടി. എന്ത് സംഭവിച്ചു എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഏതായാലും അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും. 5465 ഇപ്പോൾ നിലവിൽ UDF സ്ഥാനാർത്ഥിയുടെ ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റ് പഞ്ചായത്തുകളിൽ അൻവർ UDFന് ക്ഷീണം ചെയ്തു എങ്കിൽ പോത്തുകല്ലിൽ അൻവർ പിടിക്കുന്ന വോട്ട് എന്നത് ഇടതുപക്ഷത്തെ ബാധിക്കുമോ എന്നുള്ളത് 8ന്റെ കണക്കിൽ UDFനാണ് ലീഡ്. 837 ലീഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5958
UDF ലീഡ് പോകുന്നു. അത് LDF-ന്റെ പ്രതീക്ഷകളെ കുറച്ചൊന്ന് വല്ലാതെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. yes. പോത്തുകല്ല് എന്ന് പറയുന്ന പഞ്ചായത്തിൽ UDF ലീഡ് ചെയ്തു എന്നുള്ളതാണ്. അവിടെ ലീഡ് ചെയ്യാനാകും എന്നായിരുന്നു LDF-ന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ ഇല്ലാതായി എന്ന് മാത്രമല്ല, അവിടെ ഒരു നല്ല മെച്ചപ്പെട്ട ലീഡ് 837 ലീഡ് കൊടുത്തിരിക്കുകയാണ്. ഒരു തിരിവ് സംഭവിക്കുകയാണ്. തീർച്ചയായും ആ ജംഗ്ഷനിൽ UDF-ന് കൂടുതൽ പ്രതീക്ഷയും ആത്മവിശ്വാസവും പകരുന്ന ഒന്ന് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് പോത്തുകല്ല് ഈ വോട്ടെണ്ണലിൽ നിന്ന് നൽകുന്ന ഒരു വ്യക്തമായ സൂചന എന്നതുകൂടിയുണ്ട്. UDF അവിടെ ലീഡ് ചെയ്യുകയാണ്. 837-ന്റെ ലീഡാണ് 8ാം റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. UDF-ന് 4225 വോട്ടും LDF-ന് 3388 വോട്ടുമാണ് ലഭിച്ചത്. അങ്ങനെ വരുമ്പോൾ അവിടെ ലീഡ് 837. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അൻവറിന്റെ വോട്ടുകൾ കൂടി നോക്കണം. കാരണം ലീഡ് പ്രതീക്ഷിച്ച ഒരു സ്ഥലത്ത് ലീഡ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, UDF-ന് ലീഡ് നേടുകയും ചെയ്തു. അൻവറിന്റെ വോട്ട് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് LDF കേന്ദ്രങ്ങളാണ്. LDF കേന്ദ്രങ്ങൾ അടക്കമുള്ള പ്രദേശങ്ങൾ ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു അൻവർ ആ മേഖലകളിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ UDF-ന് ആഘാതം സൃഷ്ടിച്ചതുപോലെ തന്നെ LDF-ന് ഇവിടെ അൻവർ ഫാക്ടർ ദോഷം ചെയ്തിട്ടുണ്ടാകാം. ഏതാണ്ട് ഒരു 10,000-ലേക്ക് ഇപ്പോൾ 7,816 വോട്ടായി കണക്കാക്കുന്നത് എങ്കിലും അതിനുമപ്പുറത്തേക്ക് പുതിയ കണക്കുകൾ കൂടി ആഡ് ചെയ്താൽ ഈ സ്ക്രീനിൽ ഏകദേശം 10,000 എത്തിയിട്ടുണ്ട്. അതെ, അത് പുതിയ കണക്കുകളിലേക്ക് വന്നാൽ ആ പുതിയ കണക്കുകൾ പ്രകാരം 7,816 അൻവറിന്റെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അതിനും അപ്പുറത്തേക്ക് അൻവർ പോയിട്ടുണ്ട്. 10,000-ലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോത്തുകല്ലിൽ LDF-ന് അത് ദോഷം ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതെ, അത് വന്നിട്ടുണ്ട്. വഴിക്കടവിൽ അൻവറിന് UDF-ന് ദോഷം ചെയ്തുവെങ്കിൽ ഇവിടെ ഒന്നാം റൗണ്ടിൽ കണ്ടത് പോത്തുകല്ലിൽ അത് LDF-ന് ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ LDF ലീഡ് പ്രതീക്ഷിച്ച ഇടമാണ്. പക്ഷേ അവിടെ UDF-ന് 837 വോട്ടിന്റെ ലീഡ് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ ജംഗ്ഷൻ ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ ഒരു ഏകദേശ സൂചനകൾ ചിലപ്പോൾ തരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നു. ഇനി LDF-ന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നഗരസഭയും അമരമ്പലവും കരുളായിയുമാണ്. ഈ ലീഡുകളെ മറികടക്കുന്നത് അവിടെ നിന്ന് കിട്ടണം. ഒപ്പം ചുങ്കത്രയുണ്ട്. അവിടെ എന്താകും സാധ്യതയെന്ന് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രതീക്ഷിച്ച ഇടത്തേക്കല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. LDF പ്രതീക്ഷിച്ച ഇടത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അല്ല, അതിൽ പല കാരണങ്ങൾ കൂടിയുണ്ട്. ആ കാരണങ്ങൾക്കനുസരിച്ച് നോക്കിയാൽ ഇപ്പോൾ തന്നെ അൻവറിന്റെ വോട്ട് ഏതാണ്ട് 10,000 കടന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പഞ്ചായത്തുകൾ ഇപ്പോൾ UDF-ന് സ്വാധീന മേഖലകൾ കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 8,000-ഓളം വോട്ടുകൾ ആർജിക്കാൻ അൻവറിന് കഴിഞ്ഞു. അത് ആ മേഖലയിൽ UDF-ന് ചെറിയ ദോഷം ചെയ്തിട്ടുണ്ട്. അവരുടെ ലീഡ് അവിടേക്ക് എത്തുന്നതിൽ അവർക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ LDF കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ LDF കേന്ദ്രങ്ങളിൽ ഈ പറഞ്ഞതുപോലെ അൻവർ ഇനി പിടിക്കുന്ന വോട്ട് എന്നുള്ളത് LDF-നെ ബാധിച്ചേക്കാം.